ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു പഞ്ഞി പോലെയുള്ള ക്രോസ് ബണ്ണ് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഷുഗറും ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്കൊരു ഹാഫ് ആൻ അവർ വെച്ചിരിക്കാം. നന്നായിട്ട് പൊങ്ങി വരണം. അപ്പൊ നമ്മുടെ ബന്ന് ഈസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് എടുക്കണേ. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മൈദക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈസ്റ്റൊക്കെ ഒഴിച്ച് കുഴയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. കൈകൊണ്ട് കുഴച്ചൊക്കെ എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ബന്നിനകത്തെ ആ ടെക്സ്ചർ നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതാണ് ബന്നൊക്കെ. ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ബന്നിന് ഉപ്പില്ലെങ്കിൽ യാതൊരു ടേസ്റ്റും ഉണ്ടാവൂല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മളിത് നന്നായിട്ട് കുഴച്ചു കൊടുക്കുന്നതിലാണ് ഇതിന്റെ കാര്യം ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ബന്ന് ചെയ്യുന്നതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഈസ്റ്ററിന്റെ ടൈമിലൊക്കെ നമ്മൾ ഇങ്ങനെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുഴയ്ക്കൽ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു പണിയായിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. ഞാനൊരു 2-3 പ്രാവശ്യമായിട്ടാണ് ആ ഈസ്റ്റിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് പാല് ചേർക്കുന്നില്ല, മുട്ട ചേർക്കുന്നില്ല, അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മള് മൈദ കുഴയ്ക്കുന്ന സമയത്ത് ഇച്ചിരി ടൈറ്റ് തോന്നുവാണെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കിയാൽ മതി. നമ്മൾ കുറേശ്ശെ ഒഴിക്കുമ്പോൾ നമുക്കതിന്റെ പാകത്തിന് കിട്ടും. കൂടി പോകരുത് കേട്ടോ. എന്താ ഇപ്പം ഞാനിത് നന്നായിട്ട് കൈകൊണ്ട് ഒരു 10 മിനിറ്റോളം ഞാനിത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണേ. ക്രോസ് ബണ്ണിന്റെ റെസിപ്പിയിലുള്ളതാണ് നമുക്കിത്. പിന്നെ ബട്ടർ, ഇതും കൂടെ ബട്ടർ നമുക്ക് റൂം ടെമ്പറേച്ചർ വേണമെന്നൊന്നുമില്ല. നമ്മൾ എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് അങ്ങനെ ചേർത്ത് അതും നമ്മളൊരു 4 മിനിറ്റെങ്കിലും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ബന്ന് നല്ല സൂപ്പർ ആകുന്നത്. ഇപ്പൊ അതിന്റെ കുഴയ്ക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഒലിവ് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആവാണ്ടിരിക്കാനാണ്. പിന്നെ ഇതിന്റെ പാത്രത്തിലേക്ക് ഒട്ടി പിടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതിനകത്തേക്ക് മാറ്റി കൊടുത്ത് കുറച്ച് ഓയിലും കൂടെ അതിന്റെ മുകളിലകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കണം. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ചു വെക്കണേ. എന്നിട്ട് ഇത് പൊങ്ങി വരണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം നോക്കുമ്പം നമ്മുടെ ഡോ ഇവിടെ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മുഴുവനും പൊങ്ങി. നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒന്നുകൂടി ഒന്ന് അതിന്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. വലിയ ബലത്തിലൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബന്ന് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി വേറെ ഓയിലൊന്നും ആ കൂട്ടത്തിൽ നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അതൊന്ന് നന്നായിട്ട് കുഴച്ചാൽ മതിയേ. ഇനി അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കണം. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയണേ. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടോ എത്ര നല്ല സ്റ്റൈലായിട്ട് പൊങ്ങി വന്നെന്ന് കണ്ടോ. അത് കാണുമ്പോൾ നല്ല രസമല്ലേ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഈ ബണ്ണിന്റെ ഇതൊക്കെ ഡോയൊക്കെ ഇങ്ങനെ പൊങ്ങാൻ വെച്ചിട്ട് ഡോനട്ടിന്റെ ഒക്കെ നല്ല രസം. നമുക്കത് കറക്റ്റാ ഇത് റെഡി ആയി എന്നുള്ളതാകുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഒരു കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ആ ബണ്ണിന്റെ ഡോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് വേറൊരു സാധനം ചേർക്കാനുണ്ട് കേട്ടോ. നമ്മുടെ റേസിൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റേസിൻസ് ഞാൻ ഇത്രയും എടുക്കുന്ന കണ്ടപ്പോൾ എന്നോട് മോൻ ചോദിച്ചു, അമ്മ ഇത്രയും വേണോന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ എത്ര ചേർത്താലും ഉണ്ടല്ലോ, അവസാനം ബന്നെല്ലാം പൊങ്ങി വെന്ത് റെഡിയായി വരുമ്പോ ഇതൊക്കെ ഇട്ടത് ഇതിലേ പോയി നമുക്ക് തോന്നും. കടിക്കാൻ ഇടയ്ക്ക് കിട്ടും. അതുകൊണ്ട് റേസിൻസ് ഇടുന്നതിന് ഒട്ടും പിശുക്കൊന്നും കാണിക്കണ്ട. ബ്ലാക്ക് കളറിലാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിരിക്കും. പക്ഷെ അന്നേരം അത് സീഡ്ലെസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കുരു കടിക്കുന്നത് ഒരു സുഖമില്ലല്ലോ. സീഡ്ലെസ് ഇല്ലാതിരുന്നത് കൊണ്ടാണ്
ഞാൻ നമ്മുടെ സാധാരണ ഗ്രേപ്സ് ഇട്ടത്. ഇനി അതൊന്ന് ഞാനിത് 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 4 ബോളായിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് റെഡിയാക്കണം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഗ്രേപ്സ് ചേർത്തു എന്ന് വിചാരിച്ചിട്ട് ബോളാക്കാൻ ബുദ്ധിമുട്ടൊന്നും വരത്തില്ലേ. സാധാരണ ബന്നിൽ നമ്മൾ ഗരം മസാല ചേർക്കാറില്ല, ഗ്രേപ്സ് ചേർക്കാറില്ല. ഇതിനകത്ത് അതൊക്കെ ചേർത്തിട്ടാണ് ക്രോസ് ബണ്ണ് റെഡിയാക്കുന്നത്. നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം നമ്മൾ ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെക്കണം. അതിനകത്തേക്ക് ബോളാക്കിയിട്ടുള്ള നമ്മുടെ ബന്നിൻ്റെ ഡോ എല്ലാം വെച്ച് കൊടുത്ത് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അന്നേരം നമ്മളൊരു ടവലിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഈ സമയം നമുക്ക് ബന്നിന്റെ മുകളിൽ ക്രോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂൺ മൈദ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഒഴിക്കാവുന്ന അത്ര ഒരു ലൂസ് മതിയേ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. പുറത്തുനിന്ന് ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പണിയൊന്നും എടുക്കാതെ, അത് വേറെ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ. ഇത് കണ്ടോ, നമ്മുടെ ബന്നെല്ലാം ഇവിടെ പൊങ്ങി, ഡോ എല്ലാം പൊങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒന്ന് എഗ് വാഷ് ചെയ്യാൻ പോവാണേ. അതിന് ശേഷമാണ് നമ്മൾ ക്രോസ് പൈപ്പിംഗ് ചെയ്യുന്നത്. നന്നായിട്ട് എഗ് വാഷ് ചെയ്യണം. നല്ല തിക്കായിട്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബന്നെല്ലാം. നല്ല കറക്റ്റ് പാകത്തിന് പൊങ്ങി വന്നിട്ട് അങ്ങനെ എഗ് വാഷ് ചെയ്ത് കഴിഞ്ഞു. നല്ല ഗ്ലേസിങ് ഒക്കെ കിട്ടാണ്, നല്ല ബ്രൗൺ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ഇതുണ്ടല്ലോ, മൈദയും വെള്ളവും കൂടെ മാത്രം ചെയ്താണ്. അതൊന്ന് ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ബാഗിൽ ക്രോസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ്, 25-26 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബന്ന് റെഡി ആയി വന്നിട്ടുണ്ടാവും. ഇതുണ്ടോ, നല്ല സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണേ. നമുക്ക് ഇനി തണുത്തതിന് ശേഷം ആ ടിന്നിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ നല്ല പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ പഞ്ഞി പോലെയുള്ള ബന്നാണ്. ഇന്നത്തെ എൻ്റെ ബന്നിന്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഈ ഈസ്റ്ററിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കണ്ടോ, ഫ്രൂട്ട്സ് ഒക്കെ അത്ര ഇട്ടിട്ട് എവിടെയാന്ന് കാണുന്നു പോലും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഗ്രേപ്സ് ഇട്ടാൽ നമുക്ക് നന്നായിട്ടിടണം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.